ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ് കേട്ടോ. കാരണം ഒരാൾ എപ്പോഴും നേരത്തെ പറയുമായിരുന്നു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ അന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും ആവശ്യത്തിന് പ്ലാന്റ്സ് ആയിട്ട് സെയിൽ വീഡിയോയിൽ അങ്ങനെ ഇടാമെന്ന് ഓർക്കും. കാരണം എല്ലാവരും കാണുമ്പോൾ ചോദിക്കുമല്ലോ. പിന്നെ ഓർത്തു അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല. കാരണം എല്ലാവരും ചോദിക്കുമ്പോൾ കൊടുത്ത് പോവുകയാണ് പ്ലാന്റ്സ്. അങ്ങനെ ആവശ്യത്തിന് പ്ലാന്റ്സ് ആയിട്ട് ഇടാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. പക്ഷെ നമ്മൾ ഇടാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്നാൽ അതങ്ങ് ഇട്ട് കളയാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇതിട്ടത്. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ അത്ര ഇട്ട് കരുതിയാൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ഇട്ടേക്കുന്ന പ്ലാന്റ്സ് ഇത് ഈ ഫേൺസാണ് കേട്ടോ. ഫേൺസ് ഇടുമ്പോൾ നല്ല എവർഗ്രീൻ ടച്ച് കിട്ടുന്നുണ്ട്. നല്ല ഗ്രീനറിയാണ്. പിന്നെ ചൂട് കൂടുതലായതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ കരിച്ചിൽ വരുമെങ്കിലും നല്ല മഴ പെയ്യുമ്പോൾ രാത്രിയായാലും പകലായാലും ഈ ഹാങ്ങിങ് ഒക്കെ എടുത്ത് അങ്ങ് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂ കേട്ടോ. നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല രസമാണ്. ഫ്രണ്ടിൽ മാത്രമേ ഇതിട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇട്ടേക്കുന്നതാണ് നമ്മുടെ ഈ ഒരു പെഡിലാന്തസ്. ഒരു സൈഡ് ഫുള്ള് പെഡിലാന്തസാണ് കേട്ടോ കിടക്കുന്നത്. കാരണം നല്ല വെയിലാണല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പെഡിലാന്തസ് ആകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലടിച്ചാലും ഭംഗി കൂടുകയുള്ളൂ. ആ പിങ്ക് ഷെയ്ഡ് കൂടി വരും. നല്ല ഭംഗിക്ക് കിടന്നോളൂ കേട്ടോ. അതാണെങ്കിൽ നല്ല ഏറ്റവും ഭംഗിയായിട്ട് ഹാങ്ങിങ് ആയിട്ട് കിടക്കണം. ഇതാണ് നല്ല തിക്കായിട്ട് കിടക്കും. ഇത് ഞാൻ ചിലപ്പോൾ 1-2 തൈ മാത്രമേ കുത്തിയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നിറഞ്ഞങ്ങ് വരും. അത്ര ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ബിഗോണിയ. നേരത്തെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊക്കെ പോയി. ആകെ 2 തണ്ടിയിൽ നിന്നാണ് അമ്മച്ചി ഇങ്ങനെ ആക്കി എടുത്തത്. അത് ഞാൻ വിചാരിച്ചത് സെയിൽ വീഡിയോയിൽ ഇട്ടാലോ എന്ന്, പക്ഷെ വേണ്ട, അത് കളയാൻ തോന്നുന്നില്ല മുറിച്ച്. അത് ആ വീട്ടിൽ ആ 2 പോട്ടിൽ അന്ന് അറിഞ്ഞ് നിൽക്കണ കാണാൻ ഒരു ഭംഗിയല്ലേ, അതങ്ങനെ കിടക്കട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ഈ പ്ലാന്റ്സ് എന്തായാലും സെയിലിനില്ല കേട്ടോ ഇപ്പോൾ. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ബേബി ടിയർ ആണ് കേട്ടോ. ബേബി ടിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ബേബി ടിയറിൻ്റെ നേരത്തെയൊക്കെ നമ്മൾ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത് ഇട്ടിട്ടില്ല. ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കാറില്ല, കാരണം തിൻ സ്റ്റെം ആയതുകൊണ്ടേ. ഇത് നമ്മൾ നേരത്തെ സെയിലിന് ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന പ്ലാന്റാണ്. ഞാൻ കുറച്ചുകൂടെ വെയിലത്ത് ഇട്ടായിരുന്നു, വെയിലുള്ള സ്ഥലത്ത്. അപ്പോൾ അതായി മഞ്ഞിച്ചിരിക്കണത്. ഇപ്പോൾ തള്ളത്തേക്ക് മാറ്റിയപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ്സ്. എപ്പീഷ്യ പ്ലാന്റ്സ് ഇവിടെ നിറച്ചുണ്ട് കേട്ടോ. നിറച്ച് എപ്പീഷ്യ പ്ലാന്റ്സാണ്. പക്ഷെ അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. നല്ല തള്ളത്താണ് ഇട്ടേക്കണമെങ്കിൽ എന്ത് രസമാണെന്ന് പറയുക കിടക്കണാനായിട്ട്. നമ്മൾ പച്ച നെറ്റ് അടിച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ ഇട്ടേക്കണം. ഒരുപാട് എപ്പീഷ്യ പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കണം. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് എപ്പീഷ്യ. കാരണം പിങ്ക് ലീഫൊക്കെ കിടക്കണം, അത്ര ഭംഗിയാണ്. അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞ് സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ അധികം ഈ പ്ലാന്റ്സ് ഇല്ല കേട്ടോ. വേറെ പ്ലാന്റാണ് നമ്മുടെ ഈ ഹോയയുടെ പ്ലാന്റ് കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ. കാരണം കട്ടിങ് ഉള്ളത് ഞാൻ കൊടുത്തായിരുന്നു. ഞാൻ വെച്ചിട്ട് പിടിക്കാനുള്ള ചീഞ്ഞ് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് കട്ട് ചെയ്ത് നശിപ്പിക്കണ്ടല്ലോ, അവിടെ കിടക്കട്ടെ. നല്ല വെറൈറ്റിയാണ്. പിന്നെ പേരെനിക്കറിയാൻ മറന്നുപോയി. ലീഫിലൊക്കെ ഒരു വൈറ്റ് കളറുള്ള ഇങ്ങനെ ഒരു ഇതൊക്കെ ഉള്ളതാണ്, വെരിഗേഷൻസ് പോലെയൊക്കെ ഉള്ളതാണ്. ഈ കാണുന്നതല്ല കേട്ടോ. ഇത് വേറെ എന്തോ, നമ്മൾ വെള്ളത്തിൻ്റെ എന്തോ ഹാർഡ്നെസ് കൂടിയ വാട്ടർ ഒഴിക്കുമ്പോൾ എന്തോ സംഭവിക്കണമെന്നാണ് കേട്ടത്. അതല്ലാതെ ലീഫിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പിന്നെ ഇതുപോലെ കുറച്ച് നാടൻ ബിഗോണിയാസ് അമ്മച്ചി ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എല്ലായിടത്തും കാണുന്ന നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഹാങ്ങിങ്സ്. അത് ഹാങ്ങിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയാറുള്ളത് മണി പ്ലാന്റ്സ്, പിന്നെ നമ്മുടെ ഫിലോഡെൻഡ്രോൺസ്, അതൊക്കെയാണ് കേട്ടോ. ഫിലോഡെൻഡ്രോണിൻ്റെ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ലെമൺ കളർ ഫിലോഡെൻഡ്രോണൊക്കെ നമ്മൾ ഹാങ്ങിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി വെയിൽ കൊണ്ടാലും വലിയ പ്രശ്നമൊന്നും വരാറില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള മെയിനായിട്ടുള്ള ഹാങ്ങിങ്സ് കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും, റിയോ പ്ലാന്റ്സ് ഒക്കെ ഹാങ്ങിങ് ആയിട്ടിട്ടാൽ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല അത്യാവശ്യം ഭംഗിയുണ്ടാകും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.